ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഐ എം സുബി. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് ഈ താമരപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ കാണിക്കുന്ന ട്യൂട്ടോറിയൽ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഗ്രീൻ കളർ പോർഷൻ, പിന്നെ യെല്ലോ കളറിൽ വരുന്ന അതിൻ്റെ പോളൻ, പിന്നെ രണ്ട് സൈസിലുള്ള ലീഫ് ഉണ്ട്, മീഡിയം സൈസും കുറച്ച് ബിഗ് സൈസും. അപ്പോൾ രണ്ട് ടൈപ്പുള്ള ലീവ്സ്, പിന്നെ അതിൻ്റെ താഴെ ഗ്രീൻ കളറിൽ കാണുന്ന അതിൻ്റെ സേപ്പൽ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിൽക്ക് കോട്ടൺ യാണാണ് സെൻറ്ററിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു ഫ്ലോറൽ ടേപ്പ് വേണം, കുറച്ച് കട്ടിയുള്ള ഒരു കമ്പിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സിസേഴ്സും അതുപോലെ തന്നെ ഗ്ലൂവും നമുക്ക് ആവശ്യമാണ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം ഗ്രീൻ കളർ യാണിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്യാം. ഇതുപോലെ ഞാനൊരു വിരലിലാണ് ചെയ്യുന്നത്. ഒരു ഇൻഡു ഷേപ്പിലാണ് അതിങ്ങനെ വെച്ചേക്കുന്നത്. ആദ്യത്തെ ലൂപ്പിൻ്റെ അടിയിൽ കൂടെയും രണ്ടാമത്തെ ലൂപ്പിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാജിക് സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തൊരു 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 സിംഗിൾ ക്രോഷ്യ ആയിക്കഴിഞ്ഞാൽ മാജിക് റിങ് നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. ആ ലൂപ്പ് പിടിച്ച് ചെറിയ ലൂപ്പ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ആയിട്ട് വരും. ഇനി ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയുടെ ഉള്ളിൽ കൂടെ നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒരു റൗണ്ട് കഴിഞ്ഞു. എല്ലാ റൗണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് 6 ഇൻക്രീസ് ആണ്. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ, അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്രോഷ്യയുടെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് 6 ഇൻക്രീസ് വരുന്നത്. ആ സമയത്ത് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ കിട്ടും. 2 എണ്ണം കഴിഞ്ഞു. 3, അതുപോലെ 4, 5, 6, 7, 8, 9, 10, 11, 12. ഇനി നമുക്ക് ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യയുടെ ഉള്ളിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു സ്റ്റിച്ച് എക്സ്ട്രാ കാണും. അത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുന്നതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് എണ്ണം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ച് മാർക്കുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് ആണ്. സോ 2 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ 3 എണ്ണം ആയിട്ടുണ്ട്. നെക്സ്റ്റ് 4, 5, 6 ഒന്നിച്ച് ഒരു സ്റ്റിച്ചിലാണ് വരുന്നത്. 7, 8, 9 ഒന്നിച്ച് വരും. അടുത്തത് 10, 11, 12 ഒന്നിച്ചാണ് വരുന്നത്. ഓക്കെ, അടുത്തത് 13, പിന്നെ 14, 15 ഒന്നിച്ച് വരും. നെക്സ്റ്റ് 16, ഇനി 17, 18 ഒന്നിച്ച് വരും. ഇപ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെയിൻ സ്റ്റിച്ച് വേണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ 2 ലൂപ്പ് അവിടെ ഉണ്ടായിരിക്കും.
നമ്മൾ രണ്ടിൽ കൂടി ഒന്നിച്ചാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. കണ്ടോ, ഇതിനാണ് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും മുൻപിലായിട്ട് വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നതിനാണ് നമ്മൾ ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ BLO അതുപോലെ FLO എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ ബാക്ക് ലൂപ്പിലാണ് വർക്ക് ചെയ്യാനുള്ളത്. നമുക്ക് 18 സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. പക്ഷേ BLO ആണെന്ന് മാത്രം. രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഇപ്പോൾ 18 സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മുകളിലുണ്ടായിരുന്ന റൗണ്ട് ഒന്ന് താഴേക്ക് വളഞ്ഞതുപോലെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 2 ലൂപ്പും കൂടി യൂസ് ചെയ്യാം കേട്ടോ. വീണ്ടും നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും 18 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് ഒന്നിച്ച് യൂസ് ചെയ്യാം. BLOയോ FLOയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി 18 സിംഗിൾ ക്രോഷ്യ ഒരുമിച്ച് ചെയ്യാം. ഇത് നമ്മുടെ മാജിക് റിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെയിലാണ്. അത് നമുക്ക് ആ സെൻറ്ററിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഉള്ളിലേക്ക്, അതായത് പുറത്തേക്ക് നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ. എല്ലാ ലൂപ്പും കൂടി ഒന്നിച്ച് പോരുന്ന രീതിയിൽ വലിച്ചെടുക്കാം. അതിനുശേഷം അതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം. പിന്നീട് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, അത് അഴിഞ്ഞു പോരൊന്നുമില്ല ഇനി അവിടെ നിന്ന് കേട്ടോ. ഇതല്ലാതെ ആ ലൂപ്പ് അങ്ങോട്ട് കിടക്കുമ്പോൾ നമുക്ക് ഇനിയുള്ള വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഇത് പെട്ടുപോകും. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഈ ഒരു റൗണ്ടിൽ ഏകദേശം എത്തുമ്പോൾ നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പോൾ 18 സിംഗിൾ ക്രോഷ്യ നോർമലായിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല, ഇനി നിങ്ങൾ കൗണ്ട് ചെയ്ത് പോവാം. ക്രോഷ്യ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മളിങ്ങനെ കൗണ്ടൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷൻ കൂടാനായിട്ട് നല്ലതാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള ഒരു കോൺസെൻട്രേഷൻ ഇതിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും. അതിന് ഒരു നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണേണ്ട കാര്യമില്ല, അതങ്ങോട്ട് എത്തും. പക്ഷേ സ്റ്റിച്ച് മാർക്ക് ഇട്ടാലും ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന്, അതായത് നമുക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണി നോക്കുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ സ്റ്റിച്ച് മാർക്കറാണ് എപ്പോഴും കാണാതാവുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ കൂടുതലും എണ്ണി ചെയ്യാനാണ് എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പം 18 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റൗണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയുടെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡിക്രീസാണ് വേണ്ടത്. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് നെക്സ്റ്റ് സ്റ്റിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി ഇവിടെ വേണ്ടത് 1 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ് എന്നുള്ള റേഷ്യോയിലാണ് പോകുന്നത് കേട്ടോ. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് എടുക്കുന്നു. ഇപ്പോൾ 3 ലൂപ്പുണ്ട്, അതിൽ കൂടെ 3 ഒന്നിച്ച് വലിച്ചെടുക്കുമ്പോഴാണ് ഒരു ഡിക്രീസ് വരുന്നത് കേട്ടോ.
അപ്പോൾ 2 സ്റ്റിച്ച് അതിനുള്ളിൽ കഴിഞ്ഞു പോവും. നെക്സ്റ്റ് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ഡിക്രീസ് ചെയ്യാം. അപ്പോൾ വലിച്ചെടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 ലൂപ്പുണ്ട്, 3-ൽ കൂടെ ഒന്നിച്ചാണ് നമ്മൾ പുൾ ത്രൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ. ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്. സോ നമുക്ക് റൗണ്ട് അവസാനിക്കുമ്പോൾ 6 സിംഗിൾ ക്രോഷ്യ അല്ലെങ്കിൽ 6 സ്റ്റിച്ചസ് ആണ് പിന്നീട് അവിടെ 6 ഓർ 12 സ്റ്റിച്ചസ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് കേട്ടോ. കാരണം 18-ലാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. അതിൽ 6 സ്റ്റിച്ചസ് ആണ് നമുക്ക് റെഡ്യൂസ് ആവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 12 സ്റ്റിച്ചസ് ആണ് ഇനി അടുത്ത റൗണ്ടിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 6 ഡിക്രീസാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആകെ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ ഉണ്ട് അതിൽ. അപ്പോൾ 12 സിംഗിൾ ക്രോഷ്യയിൽ നിന്ന് നമുക്ക് 6 കുറഞ്ഞ് വരുമ്പോൾ പിന്നീട് 6 സ്റ്റിച്ചസാണ് നമുക്ക് പിന്നീട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ സ്പേസ് വളരെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 6 ഉള്ളത്. ഇനി നമുക്ക് വീണ്ടും നേരെ പകുതിയാക്കി കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 3 ഡിക്രീസ് ചെയ്യാം. 6 നിന്ന് 3 കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു 3 സ്റ്റിച്ചസ് മാത്രമാണ് കിട്ടുന്നത് കേട്ടോ. അതായത് 3 ഡിക്രീസ് ചെയ്യുമ്പോൾ 3 സ്റ്റിച്ചസാണ് പിന്നീട് കിട്ടുന്നത്. അപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഒരു ഹോള് അടഞ്ഞു വരും. പിന്നെ അത് ഫുള്ളായിട്ടൊന്നും നമുക്ക് തുന്നി അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിനുള്ളിൽ കൂടെയാണ് നമുക്കിനി ഇതിൻ്റെ താമരയുടെ തണ്ട് വെക്കാനുള്ളത് കേട്ടോ. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല.
ബാക്കി വരുന്ന യാണിനെ കട്ട് ചെയ്ത് വെക്കുക. ഈ മുകൾ ഭാഗം നമുക്ക് കുറച്ചൊന്ന് പരത്തിയിട്ട് തന്നെ വെക്കാം കേട്ടോ. ഇനി ആ ഒരു ടെയിലുണ്ടല്ലോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഹോളിൽ കൂടെ ഉള്ളിൽ കൂടെ കടത്തി വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്തിനെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി പിന്നെ അത് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ ഹുക്ക് സൈസ് ആയതുകൊണ്ടാണ് മുഴുവനായിട്ടും ഈ ആണിനെ നമുക്ക് ഇങ്ങോട്ട് കിട്ടാത്തത് കേട്ടോ. പിന്നീട് നമ്മൾ ഈ ഫ്ലവേഴ്സ് അങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഹുക്ക് സൈസ് യൂസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു രൂപത്തിലേക്ക് എത്തുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ആ ഒരു നടുവിൽ വരുന്ന സ്റ്റേമൻ ആ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു സീഡുള്ള പോർഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഉള്ളിൽ കൂടെ ഹൂക്കൊക്കെ ഒന്ന് കടത്തി അതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ പോളനാണ് ചെയ്യേണ്ടത്. യെല്ലോ കളറിൽ വരുന്ന ഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റിനും പോളൻ ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് പോളനൊക്കെ ആ ഒരു ഗ്രീൻ കളറിനുള്ളിൽ വീണ് കിടക്കുന്ന പോലെ, അതിൽ സ്റ്റിക്കായിട്ടിരിക്കുന്ന പോലെയും കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു യെല്ലോ കളറിലുള്ള കോട്ടൺ യാനാണ് എടുക്കുന്നത്. അത് കുറച്ചുകൂടെ ഒന്ന് തിന്നായിട്ടുള്ള യാണാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം അതും ഭയങ്കര വലുതായി കഴിഞ്ഞാൽ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അതിനെ നമുക്ക് സൂചിയിൽ കോർത്തെടുക്കാം. ഒരു ചെറിയ പീസ് മതിയാവും. ഞാനിങ്ങനെ 2 ലെയറായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 ലെയർ മീൻസ് നമ്മൾ നൂല് കോർത്ത് കഴിഞ്ഞാൽ 2 അറ്റം ഉണ്ടായിരിക്കുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഏറ്റവും താഴെയുള്ള ഭാഗത്ത് കൂടെയാണ് നമുക്ക് സൂചി ഉള്ളിലേക്ക് കടത്തുന്നത്. താഴെ ഞാനൊരു കെട്ടിട്ട് കൊടുക്കുന്നത്, ഞാൻ ചിലപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ അത് നേരെ ഉള്ളിലോട്ട് പോരും. അപ്പോൾ ഞാൻ ഇതിങ്ങനെ തുന്നിക്കൊണ്ടേയിരിക്കും. ഈ പുട്ടിൻ്റെ ഉള്ളിൽ ചില്ലിടാതെ പുട്ടുപൊടി ഇടുന്ന ഒരു അവസ്ഥ വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഒരു ചെറിയൊരു കെട്ടോടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ തന്നെ വലിക്കും. ചിലപ്പോൾ അത് പുറത്തോട്ട് തന്നെ വരും. വീണ്ടും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇടയ്ക്ക് എനിക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും സെക്കൻഡ് റൗണ്ടിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് റൗണ്ടിൻ്റെ ഭാഗത്ത് നമുക്ക് കൂടെയാണ് പുറത്തേക്ക് സൂചി എടുക്കുന്നത്. അതുപോലെ സെക്കൻഡ് റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത ഭാഗം ചെയ്യാം. അപ്പോൾ ഇത് നിറയൊന്നും ചെയ്യേണ്ട, ഒരു 3-4 എണ്ണം മാത്രമാണ് നമുക്കിനി ഇതുപോലെ ചെയ്ത് വെക്കാനുള്ളത് കേട്ടോ. ഒന്ന് ഷേപ്പ് ചെയ്ത് പിടിച്ചിട്ട് വലിച്ചെടുക്കുക. പിന്നെ ഒരുപാട് ടൈറ്റായിട്ട് വലിക്കരുത്, നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ പോർഷൻ്റെ ഷേപ്പ് മിസ്സിങ് ആയി പോവും. ഇപ്പോൾ ഞാനൊരു 4 എണ്ണമൊക്കെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തേക്ക് തന്നെയാണ് നൂലിനെ അല്ലെങ്കിൽ സൂചി പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊന്നും വരില്ല, അവിടെ ടൈറ്റായിട്ടുണ്ട് സംഭവം കേട്ടോ. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ചുറ്റിനും വരുന്ന പോളൻ പോർഷനാണ് ചെയ്യാനുള്ളത്. അതിനും ഞാൻ ഈ സെയിം യെല്ലോ കളർ യാൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. യാൺ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഈ പോളനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫ്ലവേഴ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതായാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ എല്ലാം യാൺ കൊണ്ട് തന്നെ ഒരുവിധം ചെയ്യാം എന്നുള്ളതിലാണ് യാണിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. യാൺ കൊണ്ടും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് നീളത്തിൽ നമുക്ക് ആ മഞ്ഞ കളർ യാണിനെ വെട്ടിയെടുക്കാം. പിന്നീട് നമുക്കൊരു 2 വിരലിൽ വെച്ചിട്ട് ഒരു 25-30 തവണയൊക്കെ അതിനൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അടുപ്പിച്ച് വെക്കേണ്ട, കുറച്ചൊന്ന് ഇങ്ങനെ അകത്തി വെച്ച് കുറച്ച് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. അതായത് രണ്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി വിരലെടുത്തിട്ട് നമുക്ക് തുല്യമാക്കി പിടിച്ചിട്ട് 2 സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു കുറേ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കിട്ടും. ഇതിനെ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ പോർഷൻ്റെ ചുറ്റിനുമായിട്ട് നമുക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം, ഭയങ്കര തിക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിക്കായിട്ട് ചെയ്യാം. ഇത്തിരി വണ്ണം കുറഞ്ഞ് അല്ലെങ്കിൽ ഒരു തിക്നെസ് ഇല്ലാത്ത രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും ചെയ്യാം. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ഇങ്ങനെ അടുക്കി വെച്ച പോലൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് ഞാൻ ഭയങ്കര കട്ടിയിലൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഏകദേശം ഒരു സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, സൈസിലാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിനെ ചുറ്റിനും അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിനി അത് ഇങ്ങനെ വളരെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുവാണ്, ഭയങ്കര കട്ടിയിൽ വലുപ്പമായിട്ട് തോന്നുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ എല്ലാത്തിനും ഒരേ നിരയിൽ വെച്ച് ഷേപ്പ് ചെയ്തൊന്ന് വെട്ടി കൊടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നിൽക്കേണ്ടത്. ഇത് ചുറ്റിനും വെച്ച് നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് താമരയുടെ തണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ളൊരു കമ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ പച്ച കളറിലുള്ളത് ഫ്ലോറൽ ടേപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഐറ്റമാണ്. നമുക്ക് ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഒരു സൈഡിൽ ഒരു ചെറുതായിട്ടൊരു പശയുടെ ഒരു ഇതുണ്ട്. നമ്മൾ ഏതിലൊട്ടിച്ചാലും അതങ്ങനെ സ്റ്റിക്കായിട്ട് അവിടെ അങ്ങനെ തന്നെ ഇരുന്നോളും. ഇപ്പോൾ നമ്മൾ ഈ ഫോയിൽ പേപ്പറൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിവരാതിരിക്കില്ല. അതുപോലെ തന്നെ ഇതും അത് അങ്ങനെ തന്നെ ഏത് ഷേപ്പിൽ നമ്മളവിടെ വെച്ചോ അതുപോലെ തന്നെ അവിടെ ഒട്ടിയിരുന്നോളും. ഇനി ഈ തിന്നായിട്ടുള്ള വയറിൽ കമ്പിയിൽ നമുക്കൊരു രണ്ട് സൈഡിലോട്ടായിട്ട് ഇപ്പോൾ ഞാൻ താഴോട്ടാണ് ഇങ്ങനെ ചുറ്റി വരുന്നത്. ഇനി താഴെ എത്തിക്കഴിഞ്ഞാൽ താഴത്തുനിന്ന് മുകളിലോട്ട് ചുറ്റുക, വീണ്ടും മുകളിൽ നിന്ന് താഴോട്ട് ചുറ്റുക, അങ്ങനെ ഒരു 3-4 തവണ ചുറ്റുക. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു വണ്ണത്തിൽ കറക്റ്റ് ഒരു താമരയുടെ തണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് വണ്ണമുള്ള ഒരു തണ്ടാണല്ലോ, അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടും. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തണ്ട് പോലെ കിട്ടും കേട്ടോ. പിന്നെ ഭയങ്കര കട്ടിയിൽ ഇപ്പം ചെയ്യാൻ നിൽക്കണ്ട. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റൽസ് വെച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടി ചുറ്റാനുള്ളതാണ്. ഇപ്പം ഞാൻ ആ നടുവിൽ വരുന്ന ആ ഒരു നമ്മൾ അവസാനിപ്പിച്ചപ്പോൾ ഉള്ള ഹോളിനെ ഒന്നുകൂടി വലുതാക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് ഈ തണ്ട് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ആ തണ്ടിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച് കൊടുക്കുക. ഒന്ന് സെക്യൂർഡ് ആക്കാനായിട്ട് കുറച്ച് ഗ്ലൂ ഒക്കെ ചെയ്ത് അതിനങ്ങ് ഉറപ്പിച്ച് വെക്കുകയാണ് വേണ്ടത് കേട്ടോ.
പെറ്റൽസ് ഉണ്ടാക്കാം. അതിൽ സ്മോൾ പെറ്റൽസും വരുന്നുണ്ട്, അതുപോലെ കുറച്ച് വലിപ്പമുള്ള പെറ്റൽസും വരുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു പെറ്റലാണ്. പിന്നെ ഇത് നോക്കൂ, ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ള പെറ്റലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെറ്റൽസ് ചെയ്ത് തുടങ്ങാം. പെറ്റൽസിൽ 2 തരം പെറ്റൽ വരുന്നുണ്ട്. ഒന്ന് ചെറുതും കുറച്ച് വലിപ്പമുള്ളതും, 2 എണ്ണമാണ് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഒരു സേപ്പലും വരുന്നുണ്ട്. അത് ഇതിൻ്റെ സെയിം വലിയ ബിഗ് പെറ്റലിൻ്റെ അതേ സൈസിൽ തന്നെയാണ് സേപ്പലും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്മോൾ പെറ്റലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പെറ്റൽ ചെയ്യാനായിട്ട് ഞാനൊരു 2 mm ഹുക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയ പെറ്റൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 8 ചെയിൻ സ്റ്റിച്ച്, 2 3 4 5 6 7 8 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി ഫസ്റ്റത്തെ സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റിച്ച് മുതൽ നമുക്ക് സിംഗിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടെ ഉണ്ട്, 7ാമത്തെ. അതിനകത്ത് നമുക്ക് 3 സ്റ്റിച്ചുകളാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഒരു സിംഗിൾ ക്രോഷേ, ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ഒരു സിംഗിൾ ക്രോഷയാണ് ചെയ്യാനുള്ളത്. ഈ ആണിനെ ബാക്കിലോട്ട് ചെരിച്ച് പിടിച്ചാൽ മതി, എന്നിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇനി ഈ സൈഡിൽ ചെയ്തതുപോലെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് 7 സിംഗിൾ ക്രോഷേസുകൾ ചെയ്യാം. 1 2 3. നമുക്ക് ഈ ആണിനെ കട്ട് ചെയ്യാം. നാല് 5 6 7 സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റിച്ച് കണ്ടോ, ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച്, അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഒരു തവണ സിംഗിൾ ക്രോഷേ ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ അടുത്ത റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷേ അതിൽ ചെയ്തു. ഇനി വരുന്ന ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ, അടുത്തതിൽ ഡബിൾ ക്രോഷേ, വീണ്ടും ഡബിൾ ക്രോഷേ ഇൻക്രീസ് ആണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു സ്റ്റിച്ചിൽ നമുക്ക് 2 തവണ തന്നെ ഡബിൾ ക്രോഷേ ചെയ്യാം.
അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ, വീണ്ടും ഡബിൾ ക്രോഷേ ഇൻക്രീസ്, നെക്സ്റ്റ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നു, ഇനി വരുന്ന സെൻറ്ററിൽ വരുന്ന സ്റ്റിച്ചിലാണ് ചെയ്യാനുള്ളത്. അതിനകത്ത് നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഇത് ആദ്യമായിട്ട് അധികം എക്സ്പീരിയൻസ്ഡ് അല്ലാണ്ട് ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റിച്ച് മാർക്കുകൾ രണ്ട് എൻഡിലും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിനകത്ത് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹാഫ് ഡബിൾ ക്രോഷേ, ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സൈഡിലാണ്, ഇവിടുത്തെ റിവേഴ്സാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിനകത്ത് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ ഇൻക്രീസ്, നെക്സ്റ്റ് ഡബിൾ ക്രോഷേ, വീണ്ടും ഡബിൾ ക്രോഷേ ഇൻക്രീസ്, വീണ്ടും ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് സിംഗിൾ ക്രോഷേ, നമുക്ക് ഈ ടോപ്പിൽ വരുന്ന, അതായത് അടുത്ത സൈഡിൽ വരുന്ന ഫസ്റ്റ് സ്റ്റിച്ചിനകത്ത് കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. കുറച്ച് വലിച്ചു വയ്ക്കുന്നു. ഇനി നമുക്ക് വയറ് ആഡ് ചെയ്യാം. ഇനി വയർ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് താഴെയുള്ളത് സ്കിപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ, ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിയുള്ള എല്ലാ സ്റ്റിച്ചിലും നമുക്ക് സിംഗിൾ ക്രോഷേ ആണ് വരുന്നത് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ. ഇനി ഫുൾ നമുക്ക് സിംഗിൾ ക്രോഷേ ആണ് വരുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതായത് നമുക്കിവിടെ 2 ലൂപ്പുണ്ട്, ഇതിൽ കൂടെ മാത്രമാണ് ചെയ്യുന്നത്. അതല്ലാതെ കുറച്ച് താഴത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെയും താഴെ വരുന്ന സ്റ്റിച്ചിൽ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കൂ, ഈ 2 ലൂപ്പല്ലാതെ അടിയിൽ ഒരു ലൂപ്പും കൂടെയുണ്ട്. അതിൻ്റെ താഴെ നിന്നാണ് നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നത്, ബട്ട് നമ്മളിത്തിരി താഴ്ത്തുനിന്നാണ് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. 2
3 4 5 6 7 8 9 10 നോക്കൂ 10 സിംഗിൾ ക്രോഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലേക്ക് ആണ് വരേണ്ടത് കേട്ടോ. നമുക്കിനി ഹാഫ് ഡബിൾ ക്രോഷേ ആണ് സെൻറ്ററിൽ ചെയ്യാൻ പോകുന്നത്. ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, വീണ്ടും ഒരെണ്ണം കൂടിയും സെയിം സ്റ്റിച്ചിൽ ചെയ്യുന്നു. കണ്ടോ? ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെ ഹാഫ് ഡബിൾ ക്രോഷേ പകുതി എടുക്കുക. ഒരു ഡബിൾ ക്രോഷേ ആണ് പിന്നീട് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് 2 ഡബിൾ ക്രോഷയുടെ ലൂപ്പ് ഉണ്ട്. അതിൽ കൂടെ നമുക്ക് ഒരു പീക്കോട്ട് സിംഗിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു തവണ കൂടി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. നമുക്കൊരു ടോപ്പിലേക്ക് ഷാർപ്പായിട്ടുള്ളൊരു പോയിൻ്റ് കിട്ടി. ഇനി വീണ്ടും നമുക്ക് സിംഗിൾ ക്രോഷേസുകളാണ് അറ്റം വരെ ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ നിന്നാണ് താഴ്ന്നാണ് തുടങ്ങുന്നത് കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിലുള്ള പോയിന്റിലാണ് സാധാരണ സിംഗിൾ ക്രോഷയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിൻ്റെ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു 2 എക്സ്ട്രാ സിംഗിൾ ക്രോഷേ കൂടെ വരും. ഇനി നമുക്ക് യാണിനെ നോക്കും, ബാക്കിൽ കൂടെയാണ് പിടിക്കുന്നത് ഈ വയറിൻ്റെ. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. കുറച്ച് വലുതാക്കി പിടിക്കുന്നു. ഇതിനകത്ത് കൂടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. 2 തവണ വേണേൽ ചുറ്റിയാൽ മതിയാകും. ഇതത്ര പെറ്ററിനധികം നീളത്തിലൊന്നും ചുറ്റണം എന്നില്ല. ഈ 2 കമ്പിനെ അകത്തി പിടിക്കുന്നു. അതിനകത്ത് കൂടെ ഒരു തവണ ഒന്ന് ചുറ്റിയെടുക്കാം. കമ്പിയെ, ഈ വയറുകൾ നമുക്കൊന്ന് പിരിച്ചു വയ്ക്കാം. ഓക്കെ, നമുക്ക് യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മോൾ പെറ്റലിൻ്റെ രൂപം വരുന്നത്. അതിനെ നമുക്കൊന്ന് വിരിച്ച് നോക്കാം. അറ്റത്ത് ഷാർപ്പായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. ഇങ്ങനെയാണ് നമുക്ക് പെറ്റൽ വരുന്നത്. ഈ ഭാഗത്തിനൊന്ന് നമുക്ക് മടക്കി പിടിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും സ്മോൾ പെറ്റൽസ് വരുന്നത്. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. മെഴുതിരി കത്തിച്ചിട്ട് അടുത്ത് കൂടെ ചെറുതായി പിടിക്കാം. അപ്പോൾ ഈ ലിൻഡൊക്കെ നമുക്കൊന്ന് പോയി കിട്ടും. പിന്നെ സ്ട്രെയിറ്റ്നർ വെച്ചൊന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്തിട്ടും കൂടി എടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതുപോലെയുള്ള ഒരു 5 പെറ്റലുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. 3, 4, 5 പെറ്റൽസാണ് ആവശ്യമുള്ളത്. കുറച്ചുകൂടിയും വലിയ പെറ്റൽസാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ വ്യത്യാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് നമുക്ക് 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നേരത്തെ നമ്മൾ 8 എണ്ണമാണ് ചെയ്തത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി വരുന്ന എല്ലാ സ്റ്റിച്ചിലും നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യാനുള്ളത് കേട്ടോ. 1, 2, 3, 4, 5, 6, 7 ഹാഫ് ഡബിൾ ക്രോഷേ. ഇനി ലാസ്റ്റ് വരുന്ന സ്റ്റിച്ചിനകത്ത് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സ്റ്റിച്ചിനെ ബാക്കിലോട്ട് വലിച്ചു പിടിക്കാം. ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ് നമുക്കിനി ഇവിടെ റിവേഴ്സായിട്ട് ചെയ്യാനുള്ളത്. 7 ഹാഫ് ഡബിൾ ക്രോഷയും ഒരു സിംഗിൾ ക്രോഷയും. 1, 2, 3. നമുക്കിത് കട്ട് ചെയ്യാം. 4, 5, 6, 7 ഹാഫ് ഡബിൾ ക്രോഷേ. ലാസ്റ്റ് സ്റ്റിച്ചിൽ വരുമ്പം ഒരു സിംഗിൾ ക്രോഷേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റിച്ചിലാണ് ഇനി ചെയ്യാനുള്ളത്. നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച്, സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ റൗണ്ട് നമ്മൾ തുടങ്ങുമ്പം ആദ്യത്തെ സ്റ്റിച്ചിൽ ഇനി ഹാഫ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഡബിൾ ക്രോഷേ, നെക്സ്റ്റ് ഡബിൾ ക്രോഷേ ഇൻക്രീസ്, അടുത്തതിൽ ഡബിൾ ക്രോഷേ, വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ഇൻക്രീസ്. കണ്ടോ? അടുത്തതിൽ ഡബിൾ ക്രോഷേ, അടുത്തതിൽ വീണ്ടും ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നു. ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ടോപ്പിൽ വരുന്ന സ്റ്റിച്ചാണ് ഉള്ളത് കേട്ടോ. അവിടെ നമുക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കിതിനകത്തൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു ഹാഫ് ഡബിൾ ക്രോഷേ,
ചെയിൻ സ്റ്റിച്ച്, അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുന്നു. അടുത്ത സ്റ്റിച്ചിൽ ഇനി ഇവിടെ ചെയ്തതിൻ്റെ റിവേഴ്സാണ് ഇപ്പുറത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, ഓക്കെ. അടുത്തതിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ, അടുത്തതിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി നമുക്ക് തേർഡ് റൗണ്ടിലേക്കാണ്. അടുത്ത സൈഡിൽ ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ നോക്കി നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. 3 ചെയിൻ സ്റ്റിച്ച് വേണം. 1 2 3. ഇനി നമുക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. ടൈറ്റ് ചെയ്ത് പിടിക്കാം. ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യാനുള്ളത്. സ്മോൾ പെറ്റൽ നമ്മളിവിടേക്ക് സിംഗിൾ ക്രോഷ്യാണ് ചെയ്തത്. ബട്ട് ഇവിടെ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷ്യ. ഓക്കെ. ഇനി സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റിച്ചിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി വരുന്ന സ്റ്റിച്ചസിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യാണ്, ബട്ട് നമ്മൾ താഴത്തേക്ക് ഇറക്കിയിട്ടാണ് സിംഗിൾ ക്രോഷ്യേസുകൾ ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ടോപ്പിലെ സ്റ്റിച്ചിൽ നമുക്കിനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ദെൻ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ സ്റ്റിച്ച്, സെക്കൻഡ് സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് പിക്കോട്ട് സ്ലിപ്പ് സ്ലിച്ച്, ഈ 2 ലൂപ്പിൽ കൂടെ ഡബിൾ ക്രോഷ്യയുടെ ലൂപ്പിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. നമുക്ക് ടോപ്പിലേക്ക് ഒരു ഷാർപ്പായിട്ടുള്ള പോയിൻ്റ് കിട്ടും. ഇവിടെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് സിംഗിൾ ക്രോഷ്യേസുകൾ കംപ്ലീറ്റ് ആക്കി ചെയ്യാം. ഒന്ന് 2 3 4 5 6 7 8 9
10 11. ഇനി നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ള 2 ഹാഫ് ഡബിൾ ക്രോഷയുടെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 സിംഗിൾ ക്രോഷേ കൂടി വരും. ഓക്കെ, നമുക്കിനി യാണിനെ വയറിൻ്റെ ബാക്കിൽ കൂടെ പിടിക്കാം. ഈ ആദ്യത്തെ വയർ നിൽക്കുന്ന സ്റ്റിച്ചാണ് ഫസ്റ്റത്തെ വരുന്നത്. അതിൽ കൂടെ തന്നെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നു. ദെൻ ചെറുതായിട്ട് 2 ടൈംസോ 3 ടൈംസോ ചുറ്റി കൊടുത്താൽ മതിയാകും. ഈ നടുവിൽ കൂടെ ടൈറ്റൻ ചെയ്ത് പിടിക്കുന്നു. നമുക്കിനി വയറിനെ ഒന്ന് പിരിച്ചു വയ്ക്കാം. ഈ ആണിനെ കട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ബിഗ് ആയിട്ടുള്ള പെറ്റൽ വരുന്നത്. ഒന്ന് വലിച്ച് ഷേപ്പൊക്കെ കറക്റ്റാക്കിയിട്ട് വയ്ക്കാം. കാരണം ടോപ്പിലേക്ക് ഷാർപ്പായിട്ടുള്ളൊരു പോയിന്റ് കിട്ടുന്നു. ഈ ഭാഗം ഒന്നിങ്ങനെ ചെറുതായിട്ട് ഉള്ളിലേക്ക് വളഞ്ഞിട്ടാണ് ഇരിക്കും. അങ്ങനെയാണ് പെറ്റൽ ഇരിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള 5 പെറ്റൽസാണ് നമുക്ക് വേണ്ടത് കേട്ടോ.